നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലാണ്. മെയ് 30 രാത്രി ഇന്ത്യൻ സമയം 9:30 PSG വേഴ്സസ് ആഴ്സണൽ. ബുഡാപെസ്റ്റിലാണ് കളി. ആര് ജയിക്കും, റിസൾട്ട് എന്താകും? ആരാധകരൊക്കെ വളരെ ആകാംക്ഷയിൽ, ആവേശത്തിൽ. പവർ റാങ്കിങ് നമ്മൾ തുടങ്ങിയിട്ട് ഇനി 2 ടീമുകൾ ബാക്കിയുള്ളൂ. ഇനി എന്ത് പവർ റാങ്കിങ് പറയാനടോ? ആര് ജയിക്കുന്നൊരു പ്രഡിക്ഷൻ പറയാന്നല്ലാതെ. അതായിരിക്കും ഇപ്പോൾ പല ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിലുള്ളത്. ഇപ്പോൾ ഈ 2 ടീമുകളുടെയും പ്രകടനം നമ്മളെടുത്ത് നോക്കിയാൽ ഒരു സംശയവും വേണ്ട, ആഴ്സണൽ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഡിഫെൻസീവ്ലി ഒരു മിറക്കിൾ തന്നെയാണ് നടത്തിയത്. കളിച്ച 14 കളികളിൽ നിന്ന് ആകെ വാങ്ങിയത് 6 ഗോളുകളാണ്. ആ ഡിഫൻസ് തന്നെയാണ് അവരുടെ ശക്തി. എന്നാൽ മറുഭാഗത്ത് PSG 44 ഗോളുകൾ അടിച്ചിട്ടുണ്ട് 16 കളികളിൽ നിന്ന്. ഈ UCL ഏറ്റവും അധികം ഗോളുകൾ അടിച്ച ടീം അവരാണ്. അപ്പോൾ UCL ബെസ്റ്റ് ഡിഫൻസും UCL ബെസ്റ്റ് അറ്റാക്കും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. പക്ഷേ ഇതുവരെ ഒരു കളിയും തോൽക്കാതെയാണ് ആഴ്സണൽ വരുന്നത്. 2 കളി തോറ്റിട്ടാണ് PSG വരുന്നത്. കോച്ച് ലൂയിസ് എൻറിക്കെ പറഞ്ഞത്, എല്ലാ തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഞങ്ങൾക്ക് ലീഗ് ഘട്ടത്തിൽ വളരെ ടഫായിട്ടുള്ള ഡ്രോ ആയിരുന്നു. അത് കടന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്കത് വീണ്ടും ചെയ്യാൻ പറ്റും, വീണ്ടും ആ കിരീടം ചൂടാൻ പറ്റും എന്ന് ലൂയിസ് എൻറിക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണ കിരീടം ചൂടാമെന്ന വലിയ പ്രതീക്ഷയിലാണ് മൈക്കൽ ആർട്ടിറ്റയും. കടന്നു വന്ന വഴികളൊന്ന് നോക്കിയാൽ മതി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സ്പോർട്ടിങ് ആഴ്സണൽ മത്സരം അഗ്രിഗേറ്റ് 1-0. ആദ്യ ഭാഗത്തിന് 1-0 ജയം, രണ്ടാം ഭാഗത്ത് എമിറേറ്റ്സിൽ ഗോൾ രഹിത സമനില. അതേസമയം PSG ക്വാർട്ടറിൽ മറികടന്നത് ലിവർപൂളിനെയാണ്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കായിരുന്നു ആ വിജയം. പിന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ സെമി ഫൈനലിൻ്റെ കാര്യത്തിലേക്കൊന്ന് പോവുകയാണെങ്കിലോ, സെമിയിൽ ബയേൺ PSG മത്സരം ഗോൾ കൊണ്ട് ആറാട്ടായിരുന്നു ആദ്യ പാദം. ഏതായാലും അഗ്രിഗേറ്റ് 5-6 PSG ബയേണിനെ തോൽപ്പിച്ച്. ഈ സീസണിലെ വല്ലാത്ത ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബയേണിനെയാണ് PSG വീഴ്ത്തിയത്. അത്ലറ്റിക്കോ മാഡ്രിഡ് പൊതുവെ ഡിഫെൻസീവ്ലി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ്. ആ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 അഗ്രിഗേറ്റ് പരാജയപ്പെടുത്തിയാണ് ആഴ്സണൽ വരുന്നത്. ആഴ്സണലിൻ്റെ സമീപകാല ഫോമും PSG സമീപകാല ഫോമും നോക്കിയാൽ PSG ഒരു എഡ്ജ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മളിപ്പോൾ പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകരുടെ വിലയിരുത്തലും മറ്റുമൊക്കെ കാണുമ്പോൾ അതിൽ പറയുന്നത് PSG എന്ന് പറയുന്ന ശക്തമായൊരു ടീമിനെ തടഞ്ഞു നിർത്താൻ ആഴ്സണലിനെ കൊണ്ടാവില്ല എന്നാണ്. ലൂയിസ് എൻറിക്കേസ് ടീം ഈസ് ടു സ്ട്രോങ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഫോർ ആൻ ആഴ്സണൽ സൈഡ് ദാറ്റ് ഹാസ് ഫാൽറ്റേർഡ് അറ്റ് ടൈംസ് ഡ്യൂറിങ് ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ എന്നാണ് വിലയിരുത്തൽ. അതായത് വളരെ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന PSG, ആ PSG തടയാൻ ആഴ്സണലിനെ കൊണ്ടായേക്കില്ല. അതുകൊണ്ട് മിക്ക ഫുട്ബോൾ എക്സ്പേർട്സും പറയുന്നത് PSG ആഴ്സണലിൻ്റെ വലയിൽ 2 ഗോളെങ്കിലും അടിക്കും. ആഴ്സണലിൻ്റെ ഡിഫൻസിൻ്റെ ശക്തി നമുക്കറിയാം, എന്നാലും 2 ഗോളെങ്കിലും അടിക്കും. തിരികെ ആഴ്സണൽ ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചാലായി. ഒന്നുകിൽ 2-1 അല്ലെങ്കിൽ 2-0 PSG കളി ജയിക്കുമെന്നാണ് മിക്ക ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത്. സോ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 2ാമത് ആഴ്സണൽ, 1ാമത് PSG. എന്തും സംഭവിക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ അഭിപ്രായവും പ്രഡിക്ഷനൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.